ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നുള്ളൊരു സംഭവം. സ്മൈൽ, ചിരിക്കാൻ പറയും. അത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിരുന്ന് ചിരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി നിൽക്കാൻ പറയും. ഓക്കെ, അപ്പോഴും ചിരി ഫേക്ക് ചെയ്യാണെന്നല്ല. ചിരി ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ മൈൻഡ് എവിടെയോ അത് ചിരി റിയൽ ആയിട്ടുള്ള ഒരു ചിരി ആണെന്ന് ഫീൽ ചെയ്ത് സൊല്യൂഷൻ അന്വേഷിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ്. അത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അതിനെക്കാട്ടി ഒരു 10 times ഇരട്ടിയായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഒരു ബലൂണിനെ ഊതി വീർപ്പിച്ച ബലൂണിനെ ഒരു ടാങ്കിനുള്ളിൽ മുക്കി വയ്ക്കാൻ ശ്രമിച്ചു. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നുള്ളൊരു സംഭവം റിയൽ ആണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ എനിക്കിത് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഇതിൽ കോൺഫിഡൻ്റ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യാം. പക്ഷെ അതെങ്ങനെയാണ് സ്വയം പറയുക? നമുക്കറിയാലോ നമുക്കത് അറിയില്ല എന്ന്. അതെങ്ങനെയാണ് സ്വയം പറയുക? നമ്മൾ നമ്മുടെ അടുത്തേക്ക് ആ ഒരു ബെറ്റർ ലൈ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ള രീതി. ഈവൻ വെൻ യു ആർ നോട്ട് ഫീലിംഗ് ദാറ്റ് കോൺഫിഡൻസ്, ജസ്റ്റ് നമ്മൾ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്. നമ്മൾ വെറുതെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ജസ്റ്റ് കുനിഞ്ഞ് മടങ്ങിയിരുന്ന ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം. നമ്മുടെ ആ ഒരു ബോഡി പോസ്ചറിനകത്ത് ആ ഒരു വ്യത്യാസം വേണം. നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫിൽ നമ്മൾ ആ കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിലിരിക്കണം. പോസ്ചർ, പിന്നെ ഇന്നർ വേർഡ്സ്, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇന്നർ വേർഡ്സ് പറയത്തില്ല, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെന്താ, ദ വേ യു ഡ്രസ് ഓൾസോ മാറ്റേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരിടത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ലുക്ക് വെൽ. അപ്പോൾ നമ്മളന്ന് ഒരു പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമ്മളത് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ദ വേ യു പ്രസൻറ്റ് യുവർ സെൽഫ് ടു ദ പീപ്പിൾ. ഈ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് വൺ തിങ് ദാറ്റ് യു ഡു ഈസ് സ്മൈൽ, ചിരിക്കാൻ പറയും. അത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിരുന്ന് ചിരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി നിൽക്കാൻ പറയും. വെറുതെ ഒരു ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും വെറുതെ കുറച്ച് നേരം ഒന്ന് ചിരിച്ചു നോക്കേ. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഫേഷ്യൽ മസിൽസ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പിനെസ് തന്നെ പുറത്തേക്ക് വരുവാണ്. ഓക്കെ, അപ്പോഴും ചിരി ഫേക്ക് ചെയ്യാണെന്നല്ല. ചിരി ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ മൈൻഡ് എവിടെയോ അത് ചിരി റിയൽ ആയിട്ടുള്ള ഒരു ചിരി ആണെന്ന് ഫീൽ ചെയ്ത് വലിയൊരു മാറ്റം ഉണ്ടാവുന്നല്ല, അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഷിഫ്റ്റ് എങ്കിലും വരും. ആൻഡ് ഓൾവേസ് സ്മോൾ സ്റ്റെപ്സ് മാറ്റർ. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ. എക്സാക്ട്ലി. നമ്മൾ വലുത് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്മോൾ ആക്ഷൻസ് കൗണ്ട് ടു ദാറ്റ് ബിഗർ സ്റ്റെപ്സ്. ചില ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ വലിയ മൈൽ സ്റ്റോൺസ് ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയും, ഓക്കെ, ഗോ ഫോർ ആക്ഷണബിൾ പ്ലാൻസ്, സ്മോൾ സ്റ്റെപ്സ്, ബൈറ്റബിൾ പീസസ് ആക്കി നോക്ക്. അപ്പോൾ അത് പിന്നെയും പിന്നെയും കോൺഫിഡൻസ് തരുവാണ്. അപ്പോൾ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ചെറിയ എന്തോ ഒരു മാറ്റം ഉണ്ടായി. മുമ്പ് ഒട്ടും മാറുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു, എന്തോ ഒരു ചെറിയ മാറ്റമുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ വിൻ. അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗ്രേറ്റ് വിൻ. ആ ഒരു ചേഞ്ചിലേക്ക് വന്നത്. അതെ. അപ്പോൾ ഇപ്പോഴത്തെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സൊല്യൂഷൻ്റെ ഒരു സൊല്യൂഷൻ അന്വേഷിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ്. അത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴും മനസ്സിന് കടിഞ്ഞാണിടാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് ഈ ഓവർ തിങ്കിങ്. ഇതിനെ എങ്ങനെയാണ് ഒരു കടിഞ്ഞാണിടാൻ കഴിയുക? ആക്ച്വലി അത് തന്നെയാണ് പ്രശ്നം, കടിഞ്ഞാൺ. ഓക്കെ, നമ്മൾ എന്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അതിനെക്കാട്ടി ഒരു 10 times ഇരട്ടിയായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഒരു ബലൂണിനെ ഊതി വീർപ്പിച്ച ബലൂണിനെ ഒരു ടാങ്കിനുള്ളിൽ മുക്കി വയ്ക്കാൻ ശ്രമിച്ചു നോക്കെ. ഇങ്ങനെ പൊങ്ങി വരും. അത് ഉള്ളിലോട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതേപോലെയാണ് ഓവർ തിങ്കിങ്ങിനെ കടിഞ്ഞാണിടുക എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പലരും ആക്ച്വലി ചെയ്യാറില്ല. ചിന്ത കൂടുന്നു, എന്താ വല്ലാത്തൊരു രീതിയിലാണ് ചിന്ത പോകുന്നത്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞുകൂടാ, എനിക്കത് എങ്ങനെയെങ്കിലും മാറിയാൽ മതി, ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാറില്ല എന്നും പറഞ്ഞിട്ട് വന്ന ക്ലയൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, കുറച്ച് സമയം കൊടുക്കും, അതുമായിട്ടൊന്ന് ഇരിക്കും. ഇല്ല, അതുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിന്തിച്ച് കാട് കയറി ഒരു ലെവലിലേക്ക് ഒരു ലൂപ്പ് പിടിച്ച് അടുത്ത ലൂപ്പിൽ കയറി കറങ്ങി പോവില്ലേ? കറങ്ങി പോകും. ഓക്കെ, കുറച്ച് സമയം കൊടുക്കുക. ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഈ ചിന്ത
അതുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതിൻ്റെ പുറത്തേക്കൊന്നും ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട, പകരം വന്നങ്ങ് പോകാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പെടുമോ, ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമോ എന്നൊക്കെയുള്ളത് ചിന്തിക്കാതെ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, ഓക്കെ വരുന്നു, ചിന്തിക്കുന്നു, ജസ്റ്റ് സിറ്റ് വിത്ത് ദാറ്റ് തോട്ട്. അപ്പോൾ എന്താണ് മൈൻഡ് അവിടെ കാണിച്ചു തരുന്നത് എന്നുള്ളത് മാത്രം ചിന്തിക്കുക. കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊടുക്കുമ്പോഴാണ് ആ ഒരു ലൂപ്പ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പലപ്പോഴും അത് പാടാണ്, അത് വേറെ കാര്യം. അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്ന കണക്കാണ്. നമുക്ക് ഡേ 1 തന്നെ പോയി അത്രയും ഫിറ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നും ആവാൻ പറ്റത്തില്ല. ബട്ട് ത്രൂ കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ആ ഒരു ലെവലിലേക്ക് വന്നെത്താൻ പറ്റും. ഡേ 1 ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ബോഡി ഫുള്ളൊന്ന് വേദനിക്കും, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ഡേ 1 നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. വന്നു കഴിഞ്ഞാലും സിറ്റ് വിത്ത് ഇറ്റ്, കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പോൾ അരമണിക്കൂർ ചെയ്യണമെന്നില്ല, ഒരു 5 മിനിറ്റ് ഇരിക്കും. എൻ്റെ അടുത്ത് വരുന്ന 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ തോട്ട് ബ്രേക്ക് ചെയ്ത് ഡു സംതിങ് എൽസ്, അതാണോ? യു ക്യാൻ ഡു എനി അതർ മെഡിറ്റേറ്റീവ് ആക്ടിവിറ്റീസ്. ഞാൻ പറയുന്ന ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ആദ്യം സിറ്റ് വിത്ത് ഇറ്റ്, അത് കഴിഞ്ഞിട്ട് ഡു സം മൈൻഡ്ഫുൾ എക്സസൈസസ് ടു ബി ഓൺ പ്രസൻറ്റ്. അപ്പോൾ മൈൻഡ്ഫുൾ എക്സസൈസ് വരുമ്പോഴത്തേക്കും പൊതുവേ ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 5 to 7 ബ്രീത്ത് പാറ്റേൺ ഫോളോ ചെയ്യാൻ പറയും. 5 to 7 ബ്രീത്ത് പാറ്റേൺ. 5 സെക്കൻഡ് ഇൻഹേൽ, 2 സെക്കൻഡ് ഹോൾഡ്, 7 സെക്കൻഡ് എക്സേൽ, അല്ലെങ്കിൽ 5-5 ഏതെങ്കിലും ഒരു ബ്രീത്ത് പാറ്റേൺ ഫോളോ ചെയ്യുക. ആ സമയത്ത് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഒന്നെങ്കിൽ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൗണ്ടിൽ ഫോക്കസ് ചെയ്യാം. അത് ഈ തോട്ടിന് ടൈം കൊടുത്തതിന് ശേഷം ഈ ഒരു കറക്റ്റ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറയും. അതാവുമ്പോഴത്തേക്കും അവരുടെ തോട്ടും പ്രോസസ്സായി. അത് കഴിഞ്ഞ് ഒന്ന് നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രസന്റിൽ ആ ഒരു ലൂപ്പിൽ കിടക്കത്തില്ല, ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യാണ് ഈ റെഗുലേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെയിലി ഒരു 30 തവണ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന്റെ ഈ പറഞ്ഞ ഗ്രാവിറ്റി കുറഞ്ഞ് താഴേക്ക് വരും. അതിപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, ഈ പറയുന്ന 5 to 7 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇരിക്കാം. അത് തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പോൾ 5 minutes എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ചില ആളുകൾ ഡേ 1 തന്നെ 30 minutes തന്നെ ഇരിക്കാൻ നോക്കും. 30 minutes ഓവർ തിങ്ക് ചെയ്തിരിക്കാൻ സ്പേസ് കൊടുക്കും മെഡിറ്റേഷൻ ചെയ്യാൻ. സോറി, ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡേ 1 തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ഈ മൈൻഡ് പിന്നെയും ലൂപ്പിലേക്ക് പോകുമായിരിക്കും. ഉറപ്പായിട്ടും പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ചെയ്താൽ നോക്കി പറ്റിയിട്ടില്ല, 100 counts വരെയൊക്കെ ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ 5 to 7 കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രീത്ത് പാറ്റേൺ കഴിഞ്ഞിട്ട് പറയുന്ന നമ്പറാണ് 1. അത് ഒരു 100 count വരെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു 10 വരെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നിർത്തേണ്ടി വന്നു. ആ സമയത്ത് തോട്ട് വരികയാണെന്ന് പറയും, പിന്നെയും തോട്ട് വരികയാണെന്ന് പറയും. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നിർത്തി. ആക്ച്വലി ഡസൻറ്റ് മാറ്റർ, ഈവൻ ഇഫ് ദ തോട്ട് കംസ്, നമ്മൾ പിന്നെ ആ തോട്ടിലേക്ക് തിരിച്ചും കൊണ്ടുവരിക, കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവൾ ചെയ്യേണ്ടത്. അത് ആളുകൾക്ക് പലരും പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ പലരും എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം പറയാറുണ്ട്, ഇങ്ങനെ തോട്ട് വരുന്നു, ഞാൻ എന്താ ചെയ്യണ്ടേ, ആ തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നിർത്തുന്നു എന്ന് പറയും. വന്നോട്ടെ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ തോട്ടിലല്ല, നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൗണ്ടിലാണ്. വരുന്ന തോട്ട് വന്നോട്ടെ, പൊയ്ക്കോട്ടെ. അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ വ്യക്തികൾ കാണുന്നുണ്ടെങ്കിലും ചേഞ്ച് വരാൻ തുടങ്ങി. ആദ്യം അതൊരു 10 counts അല്ലെങ്കിൽ ഒരു 15 counts വരുന്ന തോട്ടാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് ഒരു 25 അല്ലെങ്കിൽ 30 ഒക്കെ ആവുന്ന ഒരു ടൈം പീരീഡിലെ 30 എന്ന് പറയുമ്പോഴത്തേക്കും 100 വരെ കൗണ്ട് ചെയ്യുന്ന ഏകദേശം ഒരു 35 minutes ആണ്. അപ്പോൾ 30 വരെ കൗണ്ട് ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും ഒരു 15 minutes വരെ തോട്ടില്ലാതെ, ഒരു തോട്ടും വരാതെ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റി. ആ ഒരു പീരീഡിൽ എത്തിയപ്പോൾ തന്നെ അവരുടെ ലൈഫിലുണ്ടായ ഷിഫ്റ്റും വളരെ ഹ്യൂജാണ്. ഓവർ തിങ്കിങ് അത്രയും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടി. എണീക്കുന്ന ടൈം കുറച്ചുകൂടെ എഫക്റ്റീവായി. രാവിലെ എണീക്കുമ്പോൾ നേരത്തെ എണീക്കുമ്പോൾ തന്നെ കടലിൽ കിടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയം അതിന് കൊടുക്കുന്നു, കുറച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് എണീക്കാം. സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്. കിടക്കുന്ന സമയം അത് തന്നെ, കിടക്കുന്ന സമയം കടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങത്തില്ല, പകരം ഈ ഒരു പ്രോസസ്സാണ്, പറ്റത്തില്ല. അപ്പോൾ അവർ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു വ്യത്യാസം വരാൻ തുടങ്ങി. വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക്
ഫാസ്റ്ററായിട്ട് സ്ലീപ്പിലേക്ക് പോകാനായിട്ടും രാവിലെ എണീറ്റ് ഉടനെ തന്നെ പ്രൊഡക്റ്റീവ് ആവാനും പറ്റി. ഇപ്പൊ രാവിലെ എണീറ്റുള്ള ക്ഷീണം ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്ത്. രാവിലെ എണീറ്റിട്ടുള്ള ക്ഷീണം ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു സ്ലീപ്പ്. കിട്ടുന്ന സ്ലീപ്പ് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതല്ല, രാത്രി ചിന്തിച്ചാണ് കിടക്കുന്നത്. മെന്റൽ ഹെൽത്ത് എന്ന് ഒരു തരത്തിൽ പറയാം, കുറച്ചുകൂടെ ഒന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞതാണ്. സൗണ്ട് സ്ലീപ്പ് കിട്ടിയില്ല എന്നുള്ളത്. സൗണ്ട് സ്ലീപ്പ് കിട്ടിയില്ല. ഓക്കെ, ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളതിൽ പീക്ക് ലെവൽ ഓഫ് ഓവർ തിങ്കിങ് അനുഭവപ്പെട്ട ഒരു എക്സ്പീരിയൻസ് പറയൂ. ഒരു വ്യക്തി എന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത് ആക്ച്വലി സൈക്കാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസിൽ ആണ് വന്നത്. ഒട്ടും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ ആളുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം, ഹാലൂസിനേഷൻ തുടങ്ങി. ഓക്കെ, അത്രയും എക്സ്ട്രീം ലെവലിൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു കേസുണ്ട്. ഓവർ തിങ്കിങ് കൊണ്ട് മാത്രം വന്നതാണ്. അവിടെ മെഡിറ്റേഷൻ മാത്രമാണ് ചെയ്തു കൊടുത്തത്, മൈൻഡ്ഫുൾനെസ് എക്സസൈസസ്, മെഡിറ്റേഷൻ, പിന്നെ ഗ്രാജ്വലി NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ ടെക്നീക്കും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഈ മെഡിറ്റേഷൻ കൊണ്ട് തന്നെ ഒരു 50 to 60, ഒരു ജസ്റ്റ് ഒരു വേഗ് നമ്പറേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ, എന്നാൽ പോലും ഇത്രയധികം മാറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റും. തോട്ട്സ് കുറഞ്ഞതോട് കൂടിയിട്ട് സ്പോർട്സിലേക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ടീമിന് വേണ്ടിയിട്ട്, സ്റ്റേറ്റ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ടീമിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി. കബഡി ടൂർണമെൻറ്റിലായിരുന്നു മെയിൻ ഫോക്കസ്, അതിനകത്ത് എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. ഓക്കെ, ഓൺ ദ ബേസിക് ലെവൽ ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഇങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ പോകുമ്പോൾ ഇതിങ്ങനെ വലിയ വലിയ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യുമോ? ഓഫ് കോഴ്സ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അത് ഓവർ തിങ്കിങ് അതിൻ്റെ ലെവൽ 1 നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല, അതൊരു ലെവൽ 10 ആവുന്നത് ഒരു പ്രശ്നമാണെന്നിരിക്കട്ടെ. ലെവൽ 1 അഡ്രസ്സ് ചെയ്തില്ല, അത് ലെവൽ 2 ആയി, ലെവൽ 3 ആയി, ലെവൽ 5 ആയി, അപ്പോൾ പോലും ഒന്നും ചെയ്തില്ല. ലെവൽ 7 അല്ലെങ്കിൽ ലെവൽ 8 ആയപ്പോഴത്തേക്കും അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി തുടങ്ങി. ഇറ്റ് ഈസ് ടു മച്ച്, ഐ കാൺ കൺട്രോൾ എന്നുള്ള രീതിയിലെത്തി. പക്ഷേ ഹൗ ടു ആസ്ക് എന്നുള്ള ഒരു സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെയും ചോദിച്ചില്ല, മനസ്സിൽ കൊണ്ടുവച്ചിരുന്നു, 10 എത്തി. ആൻഡ് അതൊരു പ്രഷർ കുക്കർ ഇരുന്ന് ബേസ്റ്റ് ചെയ്യുന്ന കണക്കുള്ള ഒരു ഇതായിരിക്കും ആ ഒരു ലെവൽ 10 ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്ന പോയിന്റിലാണ് വന്നത് എന്ന് പറയില്ലേ? അപ്പോൾ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് എടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ടാബ്ലറ്റ് ഒരു സൈക്യാട്രിസ്റ്റ് കഴിക്കാൻ പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെടുക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റുമായിട്ടൊരു മാച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഹിപ്നോതെറാപ്പി ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യേണ്ടത്. ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്, അല്ലാതെ ഒന്ന് മാത്രം ചെയ്യൂ എന്നുള്ളതല്ല. എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അവിടെ നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ് എല്ലാം വരുവാണ്. അത് നോർമലൈസ് ചെയ്യാനായിട്ട് എന്തായാലും മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ദ സെയിം ടൈം സ്റ്റാർട്ടിങ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മരുന്നാണെന്നുണ്ടെങ്കിലും ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരത്തില്ല. മരുന്ന് കഴിച്ച് തുടങ്ങിയതിന് ശേഷവും നമുക്ക് ഈ പറയുന്ന തെറാപ്പി മൊഡാലിറ്റീസ് ചെയ്യാൻ പറ്റും. സൈക്കാട്രിസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, മരുന്ന് കഴിച്ചിട്ട് ഒരു സ്പെസിഫിക് പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ചെയ്തോളൂ എന്നുള്ളത്. റിഗ്രഷൻ പ്രോസസ്സ് നമ്മളത് ചെയ്തില്ല, അത് ഒരു സ്പെസിഫിക് പോയിന്റ് എത്തിയതിന് ശേഷം. എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്ന സ്റ്റാർട്ടിങ് ഫേസിൽ ആ ഒരു ഹോർമോൺസ് എല്ലാം ഒന്ന് നോർമലൈസ്, കെമിക്കൽസ് എല്ലാം ഒന്ന് നോർമലൈസ് ആവുന്നതുവരെ ഗൈഡഡ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു വളരെ ലോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. റിഗ്രഷൻ പോലുള്ള പാസ്റ്റിലേക്ക് പോവുക, ട്രോമാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല.